ഹലോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 0.9 എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 0.1 ഇൻറ്റു എസ് പ്ലസ് 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിന് എന്ത് ചെയ്യണം? എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 0.1ഉം ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.2 ആക്കി എഴുതണം. 0.9 എസ് divided by s minus 0.1 into s plus 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a divided by s minus 0.1 plus b divided by s plus 0.2. ഓക്കെ, ഇനി എന്താ ഡിനോമിനേറ്റർ ഉണ്ട് ഇവിടെ ഇവിടെയും ഗുണിക്കുക. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക ഡിനോമിനേറ്റർ ഇവിടെ ഗുണിക്കുക, ഇവിടെയും ഗുണിക്കുക. ഇവിടെ ഗുണിക്കുമ്പോൾ എസ് മൈനസ് 0.1 ഇൻറ്റു എസ് പ്ലസ് 0.2. ഈ സംഭവം നമ്മൾ കട്ടായി പോവും. ഇവിടെയും ഗുണിക്കണം. എസ് മൈനസ് 0.1 ഇൻറ്റു എസ് പ്ലസ് 0.2. ഈ സംഭവത്തിനെ എന്നോട് ബിനോട് ഗുണിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.9 എസ് ഈക്വൽ ടു എ ഇൻറ്റു ഇതിനോട് ഗുണിക്കുമ്പോൾ എസ് മൈനസ് 0.1ഉം എസ് മൈനസ് 0.1ഉം കട്ടായി പോകും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? എ ഇൻറ്റു എസ് പ്ലസ് 0.2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതും കട്ടായി പോകും. ഇതിലാണെന്നുണ്ടെങ്കിൽ എസ് പ്ലസ് 0.2ഉം എസ് പ്ലസ് 0.2 കട്ടാവും. ബാക്കി ബി ഇൻറ്റു എസ് പ്ലസ് എസ് മൈനസ് 0.1 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എൻ്റെയും ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായിട്ട് എടുക്കേണ്ടി വരിക? പുട്ട് എസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബിൻ്റെ അല്ല, എൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. എൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 0.1 കൊടുക്കണം. അപ്പോൾ പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു 0.1 ഈക്വൽ ടു എ ഇൻറ്റു 0.1 പ്ലസ് 0.2 എന്ന് വരും. ഈ ടേം എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് പോകും, 0 ആയിട്ട് പോകും. അപ്പോൾ 0.9 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 0.09 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0.1 പ്ലസ് 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ആണ്. അപ്പോൾ എ ഇൻറ്റു 0.3 എന്ന് വരും. ഈ ഒരു സംഭവം കൊണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ ടു എ ഈക്വൽ ടു 0.09 ഡിവൈഡഡ് ബൈ 0.3 ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.3 തന്നെയാണ് എന്ത് വരിക? ആൻസർ വരിക. അപ്പോൾ എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 0.3 ആണെന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കണം? മൈനസ് 0.2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ മൈനസ് 0.2 പ്ലസ് 0.2 തമ്മിൽ ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. അപ്പോൾ പുട്ട് എസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. എക്സാം പേപ്പറിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കണം. അതേപോലെ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈയിങ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പ്രത്യേകം എഴുതണം. ഓക്കെ, ഇനി മൈനസ് 0.2 അത് വരുമ്പോൾ എന്താ സംഭവിക്കുക? 0.9 ഇൻറ്റു 0.9 ഇൻറ്റു മൈനസ് 0.2 0.9 ഇൻറ്റു ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇത് 0 ആയി പോകും. ബി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ബി ഇൻറ്റു മൈനസ് 0.2 മൈനസ് 0.1 0.9 ഇൻറ്റു ഇത് വരിക മൈനസ് ഉണ്ടാവും. 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അതായത് 0.18 വരും. വിച്ച് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു മൈനസ് 0.2 മൈനസ് 0.2 മൈനസ് 0.1 എന്ന് പറഞ്ഞാൽ മൈനസ് 0.3 ആണ് വരിക. ഈ നെഗറ്റീവ് നമ്മൾ ക്യാൻസൽ ആയി പോകും. ബി ഈക്വൽ ടു 0.18 ഡിവൈഡഡ് ബൈ 0.3 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 0.6 ആണ് നമുക്ക് ബിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻ്റെ വാല്യൂ കിട്ടി, ബിൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു സംഭവം ഒന്നും കൂടി എഴുതിയിരിക്കാം. ഇനി എഴുതിയിരിക്കേണ്ട ആവശ്യം നമുക്ക് നേരിട്ട് കൊടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 0.1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.2 ആൻഡ് ബിൻ്റെ വാല്യൂ കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ആണ്,
0.3 divided by s minus 0.1 പ്ലസ് ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണ്ടേ. കോൺസ്റ്റന്റ് നമുക്കിത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാം. ബിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് അല്ല 0.6 ആണ്. 0.6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.2 വരും. എൽ ഇൻവേഴ്സ് ഓഫ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റന്റുകൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 0.3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 0.1 വരും. പ്ലസ് 0.6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.2 എന്ന് വരും. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റുകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു ഇത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഫോമിലാണ്, അതായത് ഇ റൈസ് ടു at ആണ് വരേണ്ടത്. അപ്പോൾ ഇൻറ്റു ഇ റൈസ് ടു എൻ്റെ വാല്യൂ മൈനസ് 0.1 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 0.1 ഇൻറ്റു ടി എന്ന് വരും. പ്ലസ് 0.6 ഇൻറ്റു ഇ റൈസ് ടു ഇവിടെ പ്ലസ് 0.2 ആണ്, ഇവിടെ മൈനസ് 0.2 ഇൻറ്റു ടി വരും. ഇതാണ് നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ. വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഇതാണ് ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് √3 ഇൻറ്റു എസ് പ്ലസ് √3. ഇത് മറ്റേ പോലെ തന്നെ ചെയ്യേണ്ടത്, അതായത് എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് √3 ഇൻറ്റു എസ് പ്ലസ് √3 എന്ന് വരും. ഈസ് ഈക്വൽ ടു a divided by s minus √3 plus b divided by s plus √3 എന്നാവും. ഡിനോമിനേറ്ററിന്റെ ഈ സംഭവം ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ എസ് മൈനസ് 3 ഈക്വൽ ടു ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കട്ടായി പോയതാണ്, എസ് മൈനസ് 3 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. എസ് മൈനസ് √3 ഇൻറ്റു എസ് പ്ലസ് √3. ഓക്കെ, ഇവിടെ എസ് മൈനസ് √3യും എസ് മൈനസ് √3യും കട്ടാവും. അപ്പൊ എ ഇൻറ്റു 1 മൈനസ് √3 ആണ്. സോറി, ഇവിടെ എസ് മൈനസ് √3യും എസ് മൈനസ് √3യും കട്ടാവും. അപ്പൊ ഇവിടെ എ ഇൻറ്റു എസ് പ്ലസ് √3 ആണ് ഉണ്ടാവുക. എസ് പ്ലസ് √3 പ്ലസ് ബി ഇൻറ്റു ഇവിടെ എസ് പ്ലസ് √3യും എസ് പ്ലസ് √3യും കട്ടാവും. അപ്പൊ ബി ഇൻറ്റു എസ് മൈനസ് √3 ആണ് ബാക്കി ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യണം, എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ പുട്ട് എസ് ഈസ് ഈക്വൽ ടു മൈനസ് √3 കൊടുത്തു നോക്കാം. ആദ്യം മൈനസ് √3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എസിന്റെ വാല്യൂ മൈനസ് √3 പ്ലസ് √3 ഇത് 0 ആയി പോകും. ഇവിടെ മൈനസ് √3 ആണ് കൊടുക്കേണ്ടത്. മൈനസ് √3 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 0 ആയി പോയി. ബി ഇൻറ്റു എസിന് മൈനസ് √3 ആണ്, മൈനസ് √3 മൈനസ് √3 എന്ന് വരും. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കണമെങ്കിൽ ഈ സാധനത്തിന് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ മൈനസ് √3 മൈനസ് ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ഇൻറ്റു √3 ആണ്. √3 ഇൻറ്റു √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 3. അപ്പൊ 3ക്ക് പറഞ്ഞാൽ അവിടെ √3 ഇൻറ്റു √3 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് √3 മൈനസ് √3 മൈനസ് √3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ബി ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ മൈനസ് √3നെ കോമൺ ആക്കി എടുക്കുകയാണ്. അപ്പോൾ മൈനസ് √3നെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് √3 ആണ് ബാക്കി ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് √3നെ കോമൺ ആക്കി എടുക്കുകയാണ്, മൈനസ് √3നെ കോമൺ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും 1 ഉണ്ടാവും, ഇവിടെയും 1 ഉണ്ടാവും. ഈ നെഗറ്റീവ് പോസിറ്റീവ് ആവും, 1 പ്ലസ് 1 ആയിട്ട് മാറും. ഈ നെഗറ്റീവ് √3 കട്ടായി പോയിട്ട് ബി ഈക്വൽ ടു 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2 ആയിട്ട് മാറും. അപ്പൊ ബിന്റെ വാല്യൂ 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എന്റെ വാല്യൂ ആണ്. നമുക്ക് ഇവിടെ ബിന്റെ വാല്യൂ 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആൻഡ് വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പുട്ട് എസ് ഈസ് ഈക്വൽ ടു √3 ചെയ്താൽ മതി. √3 വരുമ്പോൾ ഇവിടെ √3 മൈനസ് √3 ഇത് 0 ആയി പോകും. അപ്പോൾ ഇവിടെ √3 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു √3 പ്ലസ് √3. എസിന് പകരം √3 കൊടുക്കുകയാണ്. ഇവിടെ √3 മൈനസ് ഇത് √3 ഇൻറ്റു √3 ചെയ്താലോ, ഈസ് ഈക്വൽ ഒരു √3യും ഒരു √3യും കൂട്ടിയാൽ 2 √3 ഇൻറ്റു എ. ഇനി എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് ഒരു √3നെ പുറത്തേക്ക് എടുക്കുകയാണ്.
മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ഇതിന്റെ അടിയിൽ കൊണ്ടുവരും വേണം. അപ്പോൾ √3 ഇൻറ്റു ഇവിടെ 1 ഉണ്ടാവുള്ളൂ, 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2√3 എന്നായിട്ട് മാറും. ഈ √3യും ഈ √3യും കട്ടാവും, എൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ബിന്റെ വാല്യൂ 1 പ്ലസ് √3/2, സോറി ഇത് എൻ്റെ വാല്യൂ ആണ്. ബിന്റെ വാല്യൂ 1 പ്ലസ് √3/2, എ ഈക്വൽ ടു 1 മൈനസ് √3/2 ആണ് വരിക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യണം. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് √3, എസ് മൈനസ് √3 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് √3 എന്നായിട്ട് മാറും. എക്കും ബിക്കും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് മൈനസ് √3 ആണ്. പ്ലസ് പിന്നെ ബിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ L ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് √3/2 ആണ്. 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് √3 എന്ന് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് √3 പ്ലസ് 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് √3 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതെന്ത് ഫോമുലാണ്, e⁻at ഫോമുല ആണ്. അതായത് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഫോമുല ആണ് നമുക്ക് കിട്ടേണ്ടത്, e⁻at ആണ്. ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ √3 ആണ്, ഇവിടെ ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് √3 ആണ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ e⁻√3t വരും, പ്ലസ് 1 പ്ലസ് √3/2 ഇൻറ്റു e⁻√3 ഇൻറ്റു t എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 1 മൈനസ് √3 ഇൻറ്റു e⁻√3t പ്ലസ് 1 പ്ലസ് √3 ഇൻറ്റു e⁻√3t ഓൾ ഡിവൈഡഡ് ബൈ 2 വരും. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണെന്ന് അറിയാം, പക്ഷെ എന്താ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കുക, പഠിക്കാം. താങ്ക് യു.